+1 ക്ലാസ്സിൻ്റെ ജീവശാസ്ത്രം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിറ്റ് 1 ജീവലോകത്തിലെ വൈവിധ്യം ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് ആണ് നോക്കുന്നത്. ജീവികളെക്കുറിച്ചും ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് ജീവശാസ്ത്രം. അതായത് ബയോളജി ഈസ് ദ സയൻസ് ഓഫ് ലൈഫ് ഫോംസ് ആൻഡ് ലിവിങ് പ്രോസസ്സസ്. ഓരോ ജീവികളെയും ആ ജീവികളെ ജീവിക്കാൻ സഹായിക്കുന്ന പ്രോസസ്സ്, അതായത് പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഏത് ജീവിയായാലും ശ്വസനം, വളർച്ച, ദഹനം, ഇങ്ങനെ പല ലൈഫ് പ്രോസസ്സുകളുണ്ട്. ഈ ഓരോ ലൈഫ് പ്രോസസ്സ്, റെസ്പിറേഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ, സർക്കുലേഷൻ, ഇങ്ങനെയുള്ള ലൈഫ് പ്രോസസ്സുകളെ കുറിച്ചും ആ ജീവികളെ കുറിച്ചുമുള്ള പഠനമാണ് ബയോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലം മുതലേ മനുഷ്യൻ ജീവൻ ഉള്ളവയെയും ജീവൻ ഇല്ലാത്തവയെയും വേർതിരിച്ച് കണ്ടിരുന്നു. അതേപോലെ തന്നെ ജീവൻ ഇല്ലാത്തവയെ പോലും പണ്ടുള്ള മനുഷ്യർ ആരാധിച്ചു വന്നിരുന്നു. കാറ്റിനെ ആയാലും അഗ്നിയെ ആയാലും വെള്ളത്തിനെ ആയാലും എല്ലാത്തിനെയും ആരാധിച്ചു വന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂടുതൽ മനുഷ്യനെ സംബന്ധിച്ച് കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മനുഷ്യനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങൾ അപര്യാപ്തമായി തീരുകയായിരുന്നു. അതിനുശേഷം എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനം, ആ ജീവജാലങ്ങൾക്ക് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം എല്ലാം നാം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്റമാറ്റിക് ആൻഡ് മോണുമെന്റൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലൈഫ് ഫോംസ് ബ്രോട്ട് ഇൻ ഔട്ട് ഓഫ് നെസസിറ്റി. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നാം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. ഡീറ്റെയിൽഡ് സിസ്റ്റംസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, അതായത് ഓരോ ജീവിയെയും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി. ഉറുമ്പിൽ എന്തൊക്കെ സവിശേഷതയുണ്ട്, ആനയിൽ എന്തൊക്കെ സവിശേഷതയുണ്ട്, പശുവിൽ എന്തൊക്കെ സവിശേഷതയുണ്ട്, അല്ലെങ്കിൽ ഒരു തവളയിൽ എന്തൊക്കെ സവിശേഷതയുണ്ട്. അങ്ങനെ ഓരോരോ ജീവികളിലെയും സവിശേഷതകളെയും ആ ജീവികളെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഇനി ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഓരോന്നിനെയും തിരിച്ചറിയണം, അടുത്ത ആളും അത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ അതിന് പേര് കൊടുക്കാൻ തുടങ്ങി. ഓരോ മനുഷ്യർക്കും നമ്മൾ പേര് വിളിച്ച് അവരെ മനസ്സിലാക്കുന്നത് പോലെ, എല്ലാവർക്കും അവരുടെ പേര് വിളിച്ച് മനസ്സിലാക്കുന്നത് പോലെ ജീവികൾക്കും നമ്മൾ പേര് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നെയിമിങ് വന്നത്. ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ തരംതിരിച്ച് വെക്കാൻ തുടങ്ങി. അതായത് ഒരു ലൈബ്രറിയിൽ പോയി എല്ലാ ബുക്കും ഇങ്ങനെ അടുക്കി വെച്ചിരുന്നാൽ നമുക്ക് ഏതിൻ്റെയാണ് ഇംഗ്ലീഷ്, ഏതാണ് മലയാളം, അല്ലെങ്കിൽ ഏതാണ് നോവൽ, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യർക്ക് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഈ ജീവികളെ തരംതിരിക്കാൻ തുടങ്ങി, അതായത് ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പഠിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷനും ഐഡന്റിഫിക്കേഷനും ഒക്കെ കൊണ്ടുവന്നത്. അനിവാര്യതകളെ അടിസ്ഥാനമാക്കി ജീവികളെ കുറിച്ചുള്ള വ്യവസ്ഥിത ബൃഹത് വിശദീകരണം, അവയുടെ തിരിച്ചറിയൽ, നാമകരണം, തരംതിരിക്കൽ എന്ന സമഗ്ര സമ്പ്രദായത്തിന് വഴിതെളിച്ചു. അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി ജീവികളെക്കുറിച്ചുള്ള ഒരു ബൃഹത്തായ പഠനം, സമഗ്രമായ പഠനം, അതിൽ നമ്മൾ തിരിച്ചറിയൽ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ, നാമകരണം അല്ലെങ്കിൽ നോമൻക്ലേച്ചർ, അതേപോലെ തരംതിരിക്കൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, ഇതെല്ലാം നടത്തി നമ്മൾ ജീവികളെക്കുറിച്ചും അവയ്ക്ക് അജീവീയ ഘടകങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ പഠിച്ചു. ജീവികൾ തമ്മിൽ ജീവലോകത്ത് നേരിട്ടും അല്ലാതെയും പങ്കുവയ്ക്കുന്ന സാമ്യതകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ സാധിക്കുന്നു എന്നതാണ് ഇത്തരം പഠനങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. അതായത് ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ ഉണ്ടായിരുന്ന ജീവികളുമായിട്ട് നമുക്ക് സാമ്യതയുണ്ട്, അതേപോലെ തന്നെ
വ്യത്യാസങ്ങളുമുണ്ട്, ഡിഫറൻസസ് ഉണ്ട്. അതേപോലെ തന്നെ അവയുമായി നമുക്ക് സാമ്യതയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചത് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഓരോന്നും തരംതിരിച്ച് നമ്മൾ തരംതിരിക്കുമ്പോൾ എങ്ങനെയാണ്, സാമ്യതകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇപ്പോൾ മനുഷ്യർ അവരുടെ സാമ്യതകൾ, അവർക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട് അതനുസരിച്ച് മനുഷ്യരായി നമ്മൾ തരംതിരിക്കുന്നു. അതേപോലെ തന്നെ കുരങ്ങൻ എന്തെല്ലാം സവിശേഷതകളുണ്ട് അതിനെ കുരങ്ങനായി നമ്മൾ തരംതിരിക്കുന്നു. ആനയ്ക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട് അതനുസരിച്ച് ആനയായി തരംതിരിക്കുന്നു. അപ്പോൾ അവയ്ക്ക് ഉള്ള കോമൺ ആയിട്ടുള്ള സവിശേഷതകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അനുസരിച്ചാണ് നമ്മൾ അവയെ തരംതിരിക്കുന്നത്. അപ്പോൾ ജീവൻ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ജീവികൾക്ക് തമ്മിലുള്ള ബന്ധം, അവ തമ്മിലുള്ള സാമ്യതകൾ, വ്യത്യാസങ്ങൾ എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇത് ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടും അതിൻ്റെ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടും അതിനെ തരംതിരിക്കുന്നത് കൊണ്ടും നമുക്ക് കിട്ടുന്ന പ്രയോജനം. വർത്തമാന കാലഘട്ടത്തിലെ ജീവികൾ തമ്മിലും ഈ ഭൂമിയിൽ ഇന്നോളം നിലനിന്നിരുന്ന മറ്റ് ജീവികളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ജീവികൾ തമ്മിലും ഒരു നെറ്റ്വർക്ക്, ഒരു നെറ്റ് അല്ലെങ്കിൽ ഒരു വലയിലെ കണ്ണികൾ പോലെ നമ്മൾ വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒരു ഘടകമില്ലാതെ മറ്റൊരു ഘടകത്തിന് നിലനിൽപ്പില്ല. ഇപ്പോൾ ജീവികൾ തമ്മിലായാലും ശരി, അജീവീയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ, അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വായു, വെള്ളം, ഇപ്പോൾ സൺലൈറ്റ്, ഇതൊക്കെ അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. ഇതൊന്നുമില്ലാതെ നമുക്കും നിലനിൽക്കാൻ കഴിയില്ല. ഒരു ജീവികൾക്കും ഈ അബയോട്ടിക് ഫാക്ടേഴ്സ് ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഒരു ജീവിക്ക് മറ്റൊരു ജീവിയുടെ നിലനിൽപ്പില്ലാതെ ഈ ഭൂമിയിലെ എല്ലാ ജീവികൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതും എല്ലാ ജീവികൾക്കും ഒരുമിച്ച് മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്ന് എല്ലാവരും മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ പ്ലാന്റ്സ് ഇല്ലാതെ, സസ്യങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ മനുഷ്യനും അല്ലെങ്കിൽ ചെറുജീവികൾ, അതായത് മാന്, മുയല്, എലി, ഇതൊന്നുമില്ലാതെ മറ്റ് കാർണിവോഴ്സ്, അതായത് മാംസഭക്ഷണം ജീവിച്ച് കഴിയുന്ന ജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതേപോലെ ആ ജീവികളെ കൊണ്ട് നമ്മൾക്കും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇപ്പോൾ വലിയ ജീവികളല്ല, അതേപോലെ തന്നെ ഡീകമ്പോസേഴ്സ്, മൈക്രോ ഓർഗാനിസം ഇല്ലാതെ പോലും നമുക്കോ മറ്റു ജീവികൾക്കോ നിലനിൽപ്പില്ല. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഘടകങ്ങൾക്കും ഈ ഭൂമിയിൽ അതിൻ്റെതായ വളരെ പരമപ്രധാനമായ റോളുണ്ട്. അപ്പോൾ ഒരു ഘടകമില്ലാതെ വേറൊരു ഘടകത്തിന് നിലനിൽക്കാനാവില്ല. ഇനി ഈ ജീവിയ ഘടകങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ജീവിയ ഘടകങ്ങൾക്കെല്ലാം, അതായത് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ടു മൾട്ടി സെല്ലുലാർ ബിഗ് അതായത് ഉറുമ്പ് മുതൽ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ മുതൽ ആന വരെ എല്ലാ ജീവികൾക്കും ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ട്. ഇതിന് പല സവിശേഷതകളും, പൊതുവായ പല സവിശേഷതകളും ഇവ തമ്മിൽ ഉണ്ട്. അതേപോലെ തന്നെ ഡിഫറൻസസും ഉണ്ട്. അപ്പോൾ ഈ പൊതുവായ സവിശേഷതകൾ, ഡിഫറൻസസ്, ഇതിനെ നിലനിൽക്കാൻ അനുവദിക്കുന്ന പ്രവർത്തനങ്ങൾ, ജീവിയ പ്രവർത്തനങ്ങൾ, പിന്നെ ഇതിന് മറ്റ് പുറമേയുള്ള അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ടുള്ള ബന്ധം, ഇതിനെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും ചേർന്നതാണ് നമ്മൾ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The biggest spin-off of such studies was the recognition of the sharing of similarities among living organisms horizontally and vertically. അതായത് ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റഡീസുമായിട്ടുള്ള നമ്മുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ലിവിങ് ഓർഗാനിസംസിന് പരസ്പരം, ഇപ്പോൾ നിലനിൽക്കുന്ന ഓർഗാനിസംസ് തമ്മിലും, അതായത് ഹൊറിസോണ്ടലി,
ഇതിൻ്റെ മുന്നിൽ വന്ന ഓർഗാനിസംസ്, നമ്മുടെ ആൻസസ്റ്റേഴ്സ് തമ്മിലുള്ള സിമിലാരിറ്റീസും ഇപ്പോൾ ഉള്ള ഓർഗാനിസംസുമായിട്ടുള്ള ബന്ധങ്ങളും ഡിഫറൻസസും, ആൻസസ്റ്റേഴ്സ് എവല്യൂഷൻ നടന്ന സമയമുള്ള ബന്ധങ്ങളും ഡിഫറൻസസും എല്ലാം പഠിക്കാൻ ഇത്തരത്തിലുള്ള സ്റ്റഡീസ്, അതായത് ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ മനുഷ്യനെ സഹായിച്ചിട്ടുണ്ട്. That all present day living organisms are related to each other and also to all organisms that ever lived on this earth. ഇപ്പോൾ നമ്മൾ തമ്മിലും ഇപ്പോൾ ജീവിക്കുന്ന ജീവികൾ തമ്മിൽ, ആനയും ഉറുമ്പും മനുഷ്യനും തമ്മിലും ബന്ധമുണ്ട്. നമ്മുടെ ആൻസസ്റ്റേഴ്സ് തമ്മിലും, ഭൂമി ഉണ്ടായ കാലം മുതൽ ഇവിടെയുള്ള ആൻസസ്റ്റേഴ്സ് തമ്മിലും ബന്ധമുണ്ട്. ഈ ബന്ധം ഒന്ന് ഇല്ലാതെ ഒന്ന്, അതായത് ഒരു വലയിലെ ഒരു കണ്ണി അറ്റുപോയാൽ വലയായിട്ടിരിക്കില്ല, അത് അയഞ്ഞു പോവും. അതൊന്നൊന്നായി ആ വലയിലെ കണ്ണികൾ നഷ്ടമായി പോവും, വലയിലെ നൂലുകൾ നഷ്ടമായി പോവും. അതേപോലെ തന്നെ ഈ വലയിലുള്ള എല്ലാം ഒരുമിച്ച് നിന്നില്ല എങ്കിൽ ഒന്നും മറ്റൊന്നിനും നിലനിൽപ്പില്ല. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. ബയോട്ടിക് ഫാക്ടേഴ്സ് ഇല്ലാതെ അബയോട്ടിക് ഫാക്ടേഴ്സും, അബയോട്ടിക് ഫാക്ടേഴ്സ് ഇല്ലാതെ ബയോട്ടിക് ഫാക്ടേഴ്സിന് നിലനിൽപ്പില്ല. അതേപോലെ തന്നെ ബയോട്ടിക് ഫാക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് നിലനിന്നാൽ ഈ ഭൂമിയിലുള്ള എല്ലാ ഫാക്ടേഴ്സും, ഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി ഒരുമിച്ച് നിലനിന്നില്ല എങ്കിൽ ഒന്നിനും നിലനിൽപ്പില്ല എന്ന സത്യം മനസ്സിലാക്കിയത് കൊണ്ട് ഇന്ന് കുറച്ച് ആളുകളെങ്കിലും ഈ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് പല കൾച്ചർ, സാംസ്കാരിക സമ്മേളനങ്ങളിലുമൊക്കെ ഈ എക്കോസിസ്റ്റം, നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണ്, മറ്റ് ജീവജാലങ്ങളെയും കൂടി സംരക്ഷിക്കണം എന്ന് നമ്മൾ കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ്, അതായത് മറ്റുള്ള ജീവികളില്ലാതെ മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കുറച്ചെങ്കിലും നമ്മളിപ്പോൾ സാംസ്കാരികമായി ബയോഡൈവേഴ്സിറ്റി നിലനിർത്തണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൽ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ, അവയെ എങ്ങനെ നമുക്ക് ഓരോന്നിനെയും മനസ്സിലാക്കാം, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ, അതിനെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം, പിന്നെ അതിലുള്ള ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്നൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കും. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് യൂണിറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ. നമസ്കാരം.